ഈ ഒരു ഐറ്റം കണ്ട ആ ഒരു ആൾക്കൂട്ടം കണ്ടപ്പോൾ ഞങ്ങളൊന്ന് വണ്ടി നിർത്തിയതാ. ഒരു അടിപൊളി തട്ടുകട, നല്ലൊരു വൈബായിരുന്നു, കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ അത്. നമ്മൾ ഓർഡർ ചെയ്ത് കൊത്തു പൊറോട്ടയാണ് കേട്ടോ. കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടി പൊറോട്ട എടുത്ത് ഇങ്ങനെ നാളിങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇവരുടെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഏത് പറഞ്ഞാലും അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. ചിക്കൻ ഇങ്ങനെ കിടന്ന് ചട്ടിയിൽ ഇങ്ങനെ ഫ്രൈ ആവുന്നുണ്ട്. അങ്ങനെ അരിഞ്ഞ പൊറോട്ട ചട്ടിയിലേക്ക് ഇട്ടിട്ട് അവിടുത്തെ ഒരു ബീഫ് ഫ്രൈ ഉണ്ട്, ഒരു രക്ഷയില്ല കേട്ടോ. പൊറോട്ടയും ബീഫ് ഫ്രൈയും മാത്രമായിട്ട് വന്നിരുന്ന് കഴിക്കാൻ പറ്റിയവർക്കും ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ കുറച്ച് ബീഫ് ഫ്രൈ അതിലേക്ക് ഇട്ടിട്ട് ഇവരുടെ സ്പെഷ്യൽ ഗ്രേവി ഉണ്ട്, ഈ ഗ്രേവി കുറച്ച് ഇതിലേക്ക് ഒഴിക്കും. പിന്നെ അവരുടെ കുറച്ച് സ്പെഷ്യൽ മസാല കൂട്ടൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും. നമുക്ക് അതിന് ഉള്ളിൽ ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മളൊരു വൈബിന് വേണ്ടിയിട്ട് അതെടുത്തിട്ട് നേരെ പാടത്തിൻ്റെ വക്കിലേക്ക് വന്നു, തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്നിട്ട് നമ്മുടെ ആ ഒരു കാറ്റൊക്കെ കൊണ്ട് ആ ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചിട്ടോ. നല്ല അടിപൊളി സൂപ്പർ ക്വാണ്ടിറ്റി എന്ന് തന്നെ പറയാം. ഓരോ ബൈറ്റ് എടുക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മത്സരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അതങ്ങോട്ട് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഒരു ചായയും കൂടി പറഞ്ഞു, അതും സൂപ്പർ ചായ തന്നെയായിരുന്നു, നല്ല ടേസ്റ്റ് ചായ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു വൈബിൽ ഇരുന്ന് കുടിക്കാൻ ആഗ്രഹിക്കുന്നവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സ്പോട്ടിലേക്ക് വരാം. കല്ലുംപുറത്തുനിന്ന് പഴനി റോഡ് വരുന്ന സമയത്ത് ഇടതുവശത്താണ്, കുറച്ച് വന്നാൽ മതി. ഒരു 1 കിലോമീറ്റർ കഷ്ടി ഒരു പാടത്താണ്. അപ്പോൾ എല്ലാവരും വരിക, ട്രൈ ചെയ്യുക.